ഒന്ന് ശമൂവേൽ അധ്യായം 24. ശൗൽ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് ഏൻ ഗതി മരുഭൂമിയിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അപ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും തിരയുവാൻ കാട്ടാറ്റിൻ പാറകളിൽ ചെന്നു. അവൻ വഴിയേക്കുള്ള ആട്ടിന്റെ ഒരു തിങ്കലെത്തി. അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. ശൗൽ കാൽമടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവ നിന്നോട് അരുളിച്ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ വസ്ത്രാഗ്രഹം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാന്റെ നേരെ കൈയെടുക്കുന്നതായി ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തന്റെ ആളുകളെ ശാസിച്ച് അമർത്തി. ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചതുമില്ല. ശൗൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ വഴിക്ക് പോയി. ദാവീദ് എഴുന്നേറ്റ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ശൗലിനോട്, എന്റെ യജമാനായ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞു. ശൗൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ശൗലിനോട് പറഞ്ഞ, ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നുവെന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നതെന്ത്? യഹോവ എന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് നിന്റെ കണ്ണാലെ കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എന്റെ യജമാന്റെ നേരെ ഞാൻ കൈയെടുക്കുകയില്ല. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പിതാവെ കാണുക, എന്റെ കയ്യിൽ നിന്റെ മേലങ്കയുടെ അറ്റം ഇതാ കാണുക. നിന്റെ മേലങ്കയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എന്റെ കയ്യിൽ ദോഷവും ദ്രോഹവും ഇല്ല. ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞു കൊള്ളുക. നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തേടി നടക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ദുഷ്ടനെ നിന്ന് പുറപ്പെടുന്നു എന്നല്ലോ പഴഞ്ചൊല്ല് പറയുന്നത്. എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ആരെ തേടിയാവുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാവുന്നു പിന്തുടരുന്നത്? ഒരു ചത്ത നായയെ, ഒരു ചെല്ലിനെ അല്ലയോ? ആകയാൽ യഹോവ ന്യായാധിപനായി എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കുകയും എന്റെ കാര്യം നോക്കി വ്യവഹരിച്ച് എന്നെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ. ദാവീദ് ശൗലിനോട് ഈ വാക്കുകൾ സംസാരിച്ചു തരുന്ന ശേഷം ശൗൽ, എന്റെ പകരെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞു. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ. ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാരെയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ശത്രുവിനെ കണ്ടുകിട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുമോ? നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെ. എന്നാൽ നീ രാജാവാകും. ഇസ്രായേൽ രാജ്യത്ത് നിന്റെ കയ്യിൽ സ്ഥിരമാകുമെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ നീ എന്റെ ശേഷം എന്റെ സന്തതിയെ നിർമ്മൂലമാക്കി എന്റെ പേർ എന്റെ പിതൃഭവനത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല എന്ന് യഹോവയുടെ നാമത്തിൽ ഇപ്പോൾ എന്നോട് സത്യം ചെയ്യണം. അങ്ങനെ ദാവീദ് ശൗലിനോട് സത്യം ചെയ്തു. ശൗൽ അരമനയിലേക്ക് പോയി. ദാവീദും അവന്റെ ആളുകളും ദുർഗത്തിലേക്കും പോയി.